അയോഗ്യതയുടെ കണക്ക് പുസ്തകം തുറന്നുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശതാധിപന്റെ നിഷ്കപട വിശ്വാസത്തെയാണ് ഇവിടെ ധ്യാന വിഷയമാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ വിശ്വാസ ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ശതാധിപന്റെ നിഷ്കളങ്കമായ വിശ്വാസത്തെ ഈശോ എടുത്തു കാണിക്കുകയാണ്. ഒന്നാമതായി ശതാധിപൻ പറയുകയാണ്, ഗുരു, നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, എങ്കിലും എനിക്കറിയാം നിന്റെ വാക്ക് എൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തും എന്നുള്ളത്. കാരണം നീ വചനമാണ്, നിന്റെ സാന്നിധ്യത്തിന് തുല്യമാണ് നിന്റെ വചനം. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസ പ്രഘോഷണമാണ് ശതാധിപൻ ഇവിടെ പ്രകടമാക്കുന്നത്. ഈശോ സൗഖ്യപ്പെടുത്തുന്ന വചനമാണെന്ന് അവൻ ഏറ്റുപറയുന്നു. രണ്ടാമതായി, യജമാനനായ ശതാധിപൻ തൻ്റെ ഭൃത്തിനു വേണ്ടിയാണ് യാചിക്കുന്നത്. ദൈവ തിരുമുൻപിൽ യജമാനൻ പോലും യാചകനാകുന്നു. വീട്ടിൽ ഭൃത്യരോട് കൽപ്പിച്ചു നടന്നവൻ ദൈവ തിരുമുൻപിൽ വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടുകയാണ്. ദൈവമേ, നീ കനിയണം, എൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണം. ലോകത്തിലെല്ലാം ഉള്ളവൻ ദൈവത്തിൻ്റെ മുൻപിൽ ശൂന്യനാകുന്നു. മഹാനായ അലക്സാണ്ടർ ലോകം മുഴുവൻ തൻ്റെ അധികാരത്തിന് കീഴിലാക്കി. ഒരിക്കൽ അദ്ദേഹം തൻ്റെ സേവകരോടും ബന്ധുമിത്രാദികളോടും പറഞ്ഞു, സ്നേഹിതരെ, ഞാൻ ഭൂമിയിലെല്ലാം നേടിയെടുത്തു. എന്നാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ശവമഞ്ചത്തിന് പുറത്തേക്ക് എൻ്റെ ശൂന്യമായ കരങ്ങൾ നിങ്ങളിടണം. ലോകം കാണട്ടെ, ഒന്നുമില്ലാതെയാണ് നേടിയെടുത്തത്, ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ശതാധിപനും ഇതുതന്നെയാണ് പറയുന്നത്. നീ അധികാരിയായിരിക്കാം, നേതാവായിരിക്കാം, പലതും കീഴടക്കിയവനായിരിക്കാം, എന്നാൽ ദൈവ തിരുമുൻപിൽ നീ എളിമയുള്ളവനാവണം. അയോഗ്യതകൾക്ക് മുൻപിൽ താഴ്മയോടെ നിൽക്കണം. ദൈവമേ, നിന്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായി, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണം. ശതാധിപൻ അവനു വേണ്ടിയല്ല, അവൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്തിൻ സുഖപ്പെട്ടുകൊള്ളും. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വന്തമായി കണ്ട് ദൈവ തിരുമുൻപിൽ മുട്ടുകുത്താൻ നമുക്കാവണം. അപ്പോൾ വാക്ക് വചനമാകും, വചനം ഈശോയും. ദൈവം അനുഗ്രഹിക്കട്ടെ.